നമസ്കാരം. പാക്കികൾ കള്ളം പറയുവാനും ഭക്ഷണം കഴിക്കുവാനും വാതുറക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം UN പൊതുസഭയിൽ പാക് പ്രധാനമന്ത്രി വായ്ത്താരിയായി വിളമ്പിയ കള്ളത്തരങ്ങൾ എല്ലാവരും കേട്ടതുമാണ്. ഇത് പറയുന്ന കൂട്ടത്തിലാണ് പാക് പ്രതിരോധ മന്ത്രി ആകെ കിളിപോയ അവസ്ഥയിലാണ്. എന്തു പറയണം, ഏതു പറയണം എന്നൊന്നും അറിയില്ല. എന്തായാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ പരസ്പര ബന്ധമില്ലാത്ത പ്രസംഗവുമായാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി എത്തിയിരിക്കുന്നത്. തന്റെ പ്രസംഗത്തിൽ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഖോജ ആസിഫിന് നിരവധി തവണ നാക്കുപിഴ സംഭവിക്കുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം, AI സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ച് പ്രസംഗിക്കവെയാണ് പാക് മന്ത്രി കിളിപോയ നിലയിൽ സംസാരിച്ചത്. തന്റെ പ്രസംഗത്തിൽ ഖോജ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനൊപ്പം ഗുരുതരമായ നാക്കുപിഴകളും സംഭവിച്ചു. പ്രസംഗത്തിനിടയിൽ 7ഓളം നാക്കുപിഴകളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇതോടെ ഖോജ ആസിഫിന്റെ പ്രസംഗം സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായി മാറി. സൈബർ ഇടങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ ഖോജ ആസിഫിനെ പരിഹസിച്ച് നിരവധി പേർ രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ പാക് പ്രതിരോധ മന്ത്രിയെ പിടിച്ചു കുലുക്കിക്കളഞ്ഞു എന്നാണ് ഒരാളുടെ പരിഹാസം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബ്രത്ത് ടേക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ ശേഷം ബ്രത്ത് ടേക്കിംഗ് പേസ് എന്ന് തിരുത്തി. റിസ്ക് എന്ന് പറഞ്ഞിട്ട് റിക്സ് എന്നും ഡെവലപ്മെന്റ് എന്നതിനെ ഡെവലപ്മെന്റ് എന്നും അദ്ദേഹം തെറ്റായി ഉച്ചരിച്ചു. ഇൻസ്റ്റെബിലിറ്റി, ടെക്നോളജിക്കൽ ഡിസ്പാരിറ്റീസ് തുടങ്ങിയ സങ്കീർണമായ പദങ്ങൾ ഉച്ചരിക്കാൻ അദ്ദേഹം പാടുപെട്ടു. ഫസ്റ്റ് ടൈം എന്നതിന് സിസ്റ്റർ ടൈം എന്ന് തെറ്റായി പറയുകയും ശരിയായി പറയാൻ ഉദ്ദേശിച്ച് പലതവണ തിരുത്തുകയും ചെയ്തു. എന്നിട്ടും തെറ്റി. ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്ത് ഓട്ടോമസ് ലോയിറ്ററിംഗ് മ്യൂണിഷൻ, അതിവേഗ ഡ്യുവൽ കേപ്പബിൾ ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചതിനെ കുറിച്ചും ഖോജ ആസിഫ് സംസാരിച്ചു. AI അടിസ്ഥാനമാക്കിയുള്ള സൈനിക സാങ്കേതിക വിദ്യ ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ പ്രസംഗത്തിലുടനീളം AI കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ളതും പരസ്പര ബന്ധമില്ലാത്തതുമായ പരാമർശങ്ങൾ വ്യക്തതയില്ലായ്മയുടെ പേരിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച